വീണ്ടും ഒരു ഫ്രാഗ്രൻസിന്റെ ഓയിൽ ഇട്ടു. അതായത് വിക്ടോറിയ സീക്രട്ട് ബോംഷെൽ ബീച്ച് എന്ന് പറയുന്ന ഈ പെർഫ്യൂമിന്റെ ഓയിൽ കണ്ടില്ലേ. നമുക്കിത് റിവ്യൂ ചെയ്യാൻ തന്നെ ഇത്രേ ഉള്ളൂ. കാരണം വെച്ചാൽ എൻ്റെ കയ്യിൽ ഓയിൽ കുറവാണ്. കാരണം പെട്ടെന്ന് കഴിഞ്ഞു പോയ ഒരു ഓയിലും കൂടിയാണ്. വിക്ടോറിയയിൽ ഒരുപാട് കളക്ഷൻ പുതിയത് എത്തിയിട്ടുണ്ട്. ഞാൻ ബോംഷെല്ലിന്റെ നൈറ്റും ബോംഷെൽ സമ്മറും ബോംഷെല്ലൊക്കെ ഇതിന് മുന്നേ വീഡിയോ ചെയ്തു പോയതാണ്. ഇത് ബോംഷെൽ ബീച്ച് എന്ന് പറയുന്ന ഈ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ. പെർഫ്യൂം നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ള 8,000 ഒക്കെ മുകൾക്ക് പ്രൈസ് ഉണ്ട്. അതെല്ലാവർക്കും അഫോർഡബിൾ അല്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഓയിൽ ഓൺലി 360 റുപ്പീസിന് കേരളത്തിനുള്ളിൽ 6 ml ക്വാണ്ടിറ്റി ആക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റിങ് നമ്മളിവിടെ ക്ലൈമറ്റിൽ നോക്കുന്ന സമയത്ത് ഓപ്പൺ നോട്ട്സ് ഒരു 1 hour കൊണ്ട് നല്ല പോലെ ചേഞ്ച് ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഒരു പാർട്ടി പെർഫ്യൂം ആയിക്കാണ്ടും അല്ലെങ്കിൽ ഓഫീസ് പർപ്പസിലൊക്കെ നമുക്കിത് യൂസ് ആക്കാനും പറ്റും. അങ്ങനത്തെ ഒരു ലൈറ്റ് സ്മെല്ലായിക്കാണ്ട് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താം. ഒരു വുമൺ ടച്ചാണ്. ഫ്ലോറല്, ഹെർബല്, ലാവൻഡർ, പിന്നെ ഫ്രൂട്ടി, മാംഗോസ്റ്റീൻ ഇങ്ങനത്തെ ഒക്കെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ. ഒരു വുമൺ ആൻഡ് ഫ്ലോറൽ ഇങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ്, ഒരു ടബ്രോസിന്റെ സ്മെല്ലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പ്രൊജക്ഷനോട് കൂടി കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ് ആയിക്കാണ് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്താൻ പറ്റും. ഈ ലാസ്റ്റിങ്ങിന്റെ കാര്യം നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിൽ 6 hour അടുത്ത് ഷുവറായിട്ട് കിട്ടുന്നുണ്ട്. പ്രൊജക്ഷൻ ആണെങ്കിൽ 3 to 4 hour താഴെ കിട്ടുന്നുള്ളൂ. കാരണം ഞാൻ എൻ്റെ ബോഡിയിൽ ഇട്ടിട്ട് എനിക്കിങ്ങനെ അവിടെ ബോഡിയിൽ ഇട്ട ആ സൈഡിൽ പോയിട്ട് സെർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്മെല്ല് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്ന പോലെ ഫീൽ ആവുന്നുള്ളൂ. ഉള്ളത് പോലെ തന്നെ നമ്മൾ പറയാണ്. ഇനി നോട്ട്സൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ടി ഓപ്പൺ നോട്ട്സ് നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണോ, നല്ല ഫ്രൂട്ടി ചെറിയൊരു സ്പൈസസോ അതോ ഫ്രഷ് സ്പൈസസിന്റെ സ്മെല്ലുണ്ടല്ലോ, അത് മിഡിൽ നോട്ടിലാണ് വരുന്നത്. ഫ്രൂട്ടി വൈബാണ് ഓപ്പണിങ്ങിൽ നല്ലപോലെ വലിയൊരു സിട്രസും ചെറിയൊരു വൈറ്റ് ഫ്ലോറലും ഒരു ഫ്രഷും ഒരു ഫ്രൂട്ടി വൈബാണ് ഓപ്പണിങ്ങിൽ. മിഡിൽ നോട്ടിൽ അരോമാറ്റിക്കിന്റെ സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ ലവൻഡറി സ്മെല്ലുണ്ട്, അതുപോലെ തന്നെ ഒരു ഫ്രഷ് സ്പൈസസിന്റെ സ്മെല്ല് മിഡിൽ നോട്ടിൽ വരുന്നുണ്ട്. അതിന്റെ ബേസ് നോട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഹെർബലിന്റെ സ്മെല്ലും ലാവൻഡർ ആ ഹെർബലിന്റെ സ്മെല്ലും പിന്നെ ബ്ലാക്ക് കറന്റിന്റെ സ്മെല്ലും അങ്ങനത്തെ ഒരു കറന്റി സ്മെല്ലും ഒരു ബെർബറിന്റെ സ്മെല്ലും ബെറി സ്മെല്ലൊക്കെയാണ് അതിന്റെ ബേസ് നോട്ടിൽ വരുന്നത്. ലാസ്റ്റിങ്ങിന്റെ കാര്യമാണ് 6 hour അടുത്ത് ഷുവറായിട്ട് ലാസ്റ്റിങ് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ബോഡിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന ഒരു 3 hour ഷുവറായിട്ട് കിട്ടും. അപ്പോൾ ആവശ്യം കോൺടാക്ട് ചെയ്യുന്ന വീഡിയോക്ക് താഴെ നമ്പർ വെക്കാട്ടോ.